എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡ് സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സൺഡേ ആണല്ലോ. നമ്മളന്നേരം നോർമൽ സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേയിൽ നമ്മൾ ഷോർട്ട് ടൈം ഗോൾസ് വാച്ച് ചെയ്തിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാറുണ്ട്. മാസത്തിൽ ചിലപ്പോൾ 2-3 പ്രാവശ്യമൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഈ ആഴ്ചയിൽ ഒരു 2-3 ഷെയർ ചാൻസ് വരുന്നുണ്ട്, നമുക്ക് ബൈ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു റേഞ്ചിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഷെയർ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നിൽ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള ഷെയർസിൻ്റെ ഒരു പെർഫോമൻസ് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഇത്രയും ഷെയറാണ് കൊടുത്തത്. ടോട്ടൽ 25 ഷെയർ. 25 ഷെയറിലും പ്രോഫിറ്റ് ഉണ്ട്. 1-2 ഷെയറിൽ മാത്രം 5% താഴെ പ്രോഫിറ്റാണ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ ഇവിടെ നോക്കുമ്പോൾ അറിയാം. ഒന്ന് AU ബാങ്ക്. ഇതെല്ലാം കയറിപ്പോകും. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഇതിൽ ഈ പെർസെൻറ്റേജിലാണ് നമുക്ക് പ്രോഫിറ്റ് തന്നിട്ടുള്ളത്. പിന്നെ മുത്തൂറ്റ് ക്യാപിറ്റലും 1% മാത്രമേ തന്നിട്ടുള്ളൂ. ഏഷ്യൻ പെയിൻ്റ് 3% തന്നിട്ടുണ്ട്. ഏഷ്യൻ പെയിൻ്റൊക്കെ അറിയാമല്ലോ, നല്ല ഹൈ ക്വാളിറ്റി കമ്പനികൾ. അത് കയറിപ്പോവും. പക്ഷേ ചിലപ്പോൾ ചില ഷെയറിനകത്ത് ഇച്ചിരി ടൈം കൂടുതലെടുക്കും. ആകെ 3 ഷെയർ മാത്രമാണ് 5% താഴെ തന്നിട്ടുള്ളത്. പക്ഷേങ്കിൽ ഏഷ്യൻ പെയിൻ്റ് എന്ന് പറയുമ്പോൾ ഇത്രയും വലിയ ഷെയറാണ്. നമുക്ക് ഒരു 86 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് ഒരു ഷെയർ തരുന്നുണ്ട്. എന്നാലും നമുക്കൊരു 5% എങ്കിലും മിനിമം കിട്ടിയാലേ നമ്മുടെ ആ ഒരു കോളൊന്ന് സക്സസ് ആയി എന്ന് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നുള്ളൂ. ബാക്കിയുള്ള ഷെയറുകളെല്ലാം നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ അറിയാം. ഞാൻ ഫസ്റ്റ് വീഡിയോ ഇടുന്നത് നവംബർ 7 ഫസ്റ്റ് വീഡിയോ. നവംബർ 7 ഇട്ടതിന് ശേഷം കൊടുത്ത ഷെയറിനകത്ത് കിട്ടിയ പെർസെൻറ്റേജാണ്, പ്രോഫിറ്റ് പെർസെൻറ്റേജാണ് ഈ കാണുന്നത്. 41, 33, 19, ഇതും 14, 19 അടുത്ത് 19, 6, 9 എല്ലാം നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ഷെയറും. പിന്നെ 1-2 ഷെയർ എന്തായാലും നമുക്ക് ലോസ് വരത്തില്ല. എങ്ങനെയായാലും നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മുടെ റേറ്റ് ടു റേറ്റിലെങ്കിലും വെളി വരാൻ പറ്റും. ഇതിനകത്ത് ചില ഷെയർ ഞാൻ ഈ റേഞ്ച് പറയും. ഇപ്പോൾ ടാറ്റ LXC ആണെങ്കിൽ ഞാൻ ഈ ഷെയറിൻ്റെ ഇത് പറയുമ്പോൾ 7,650 ആ റേഞ്ച് എങ്ങാണ്ടാണ്. ഞാൻ അന്നേരം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് 7,400 വരെ വരാൻ ചാൻസ് ഉണ്ട്. അന്നേരം വരുവാണെങ്കിൽ എടുക്കുക. 7,700, 600 ആ റേഞ്ച് എടുത്താലും കുഴപ്പമില്ല. പക്ഷേ നമുക്ക് റിസ്ക് ഇല്ലാതെ വരണമെന്നുണ്ടെങ്കിൽ ഈ റേഞ്ചിലോട്ട് വരണം. അത് കറക്റ്റ് ആ റേഞ്ചിലോട്ട് വന്നിട്ടുമുണ്ട്. പഞ്ചാബ് കെമിക്കലും അതുപോലെ 980 ഇരിക്കുമ്പോഴാണ് ഞാൻ പറയുന്നത്. മാർക്കറ്റ് കറക്ഷൻ വന്നാൽ ചിലപ്പോൾ 950 ആ റേഞ്ചിലോട്ട് വരാം. എല്ലാം അതുപോലെ തന്നെ. ഞാൻ പറയുന്ന റേഞ്ച് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഇനി തരാൻ പോകുന്ന ഷെയറിനകത്താണെങ്കിലും നിങ്ങളത് ശ്രദ്ധിക്കണം. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഷെയറിനകത്തും നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും തരാൻ പോകുന്ന ഷെയർ നമുക്ക് നോക്കാം. ആ ഷെയർസിനകത്ത് ഞാൻ പറയുന്ന റേഞ്ച് ശ്രദ്ധിക്കുക. അതിന് ശേഷം ആ റേഞ്ചിനുള്ളിൽ ബൈ ചെയ്ത് ഇടുക. നമ്മളിപ്പോൾ അതാ ഷെയർ കാണിച്ചിട്ട് ഞാൻ പറയാം. RHIM എന്ന് പറഞ്ഞൊരു കെമിക്കൽ കമ്പനി. ഇത് ഞാൻ ഇന്നലെ കുറച്ച് ദിവസമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ റേഞ്ച് നമ്മൾ നോക്കി വരച്ചിട്ടേക്കാണ്. നോർമൽ ഞാൻ എടുത്തു തരുന്ന ഷെയറുകൾ ഓൾമോസ്റ്റ് ഒരു റീസെൻ്റ് കറക്ഷൻ വന്ന ഷെയർ ആയിരിക്കും. ഇപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കറിയാൻ ഇത് കണ്ടില്ല. ഇവിടെ നിന്നാണ് 820 റേഞ്ച് എന്നാണ്. അതിപ്പോൾ 594 വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഈ 594, 90 റേഞ്ച് 94ലും ബൈ ചെയ്യാം, കുഴപ്പമില്ല. 94, 95 ബൈ ചെയ്യാം. പക്ഷേങ്കിൽ ഈ റേഞ്ച് വരെ വരാനുള്ളൊരു ചാൻസ് കിടപ്പുണ്ട്. 575, 70 റേഞ്ചിലോട്ടും വരാനുള്ളൊരു ചാൻസ് കിടപ്പുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വാങ്ങിച്ചാലും ഈ റേഞ്ച് വാങ്ങിച്ചാലും നിങ്ങൾക്ക് ഒരു പ്രാവശ്യം അത് ബൗൺസ് ചെയ്ത് ഈ റേഞ്ചിലോട്ട് ഒരു പ്രോഫിറ്റ് വരും. അതിനകത്ത് ഇവിടെ എടുത്താൽ ചിലപ്പോൾ താഴോട്ട് വരണമെന്നില്ല. ഈ റേഞ്ചിൽ നിന്ന് ബൗൺസ് ആയി പോകാൻ ചാൻസ് കൂടുതലുണ്ട്. എന്നാലും മാർക്കറ്റ് കറക്ഷൻ നിൽക്കുവാണെങ്കിൽ ചിലപ്പോൾ ഈ റേഞ്ച് 570 റേഞ്ചിലോട്ട് വേണമെങ്കിലും വരാം. ഈ 575 വരച്ചിട്ടേക്കുന്നത് 570 റേഞ്ച് വരാം. പക്ഷേങ്കിൽ ഞാൻ പറയുന്നു ഈ ഷെയറെ മാർക്കറ്റ് പ്രൈസിൽ, ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസിലും ബൈ ചെയ്ത് വെക്കാം. അപ്പം അത് ശ്രദ്ധിക്കുക. മാർക്കറ്റ് പ്രൈസ് എത്ര? ഇപ്പോൾ ക്ലോസിങ് 594, 595 റേഞ്ച് തൊട്ട്
ഇപ്പോൾ താഴോട്ട് 570 റേഞ്ച് വരെ നമുക്ക് നോക്കാം. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ ഒരു 100 ഷെയർ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് പ്രൈസിൽ ഒരു 50 ഷെയർ വാങ്ങുക. ഈ 570 റേഞ്ച് വരുവാണെങ്കിൽ 50 കൂടെ വാങ്ങുക. അതിന് ശേഷം നമ്മൾ പിന്നെ ആവറേജ് ചെയ്യരുത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ അവിടെ നിന്ന് ഒരു 10% താഴെ പോകണമെങ്കിൽ മാത്രമേ ആവറേജ്. അവിടെ നിന്ന് ഒരു 10% പോയാൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് തിരിച്ച് പെട്ടെന്ന് കിട്ടും. നോർമലി ഈ റേഞ്ചിൽ നിന്ന് തന്നെ ബൗൺസ് ആകണം. അപ്പോൾ RHIM ശ്രദ്ധിക്കുക. 595 മാർക്കറ്റ് പ്രൈസിൽ ബൈ ചെയ്യാം. അതല്ല അത് ഈ കറക്ഷൻ കിട്ടുവാണെങ്കിൽ 570 റേഞ്ച് വരെ നമുക്ക് നോക്കി ബൈ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ 570 വന്നെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം ഈ പെർഫോമൻസിൻ്റെ ഇത് ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ഞാൻ ഈ 570 എടുക്കും. ഞാൻ പറഞ്ഞ റേഞ്ചിൽ അത് വന്നു. മനസ്സിലായില്ലേ? ഇടയ്ക്ക് വെച്ച് ഇപ്പം 570 ഈ 594 അങ്ങനെ റേഞ്ച് ഇട്ട് അതിനകത്ത് നമുക്ക് ആവറേജ് ചെയ്യാൻ നോക്കാൻ പറ്റില്ല. അപ്പോൾ ഏത് റേഞ്ചാണോ ലോ വരുന്നത് ആ റേഞ്ച് ഞാൻ ഇതായിട്ടെടുക്കും, ബൈ റേഞ്ചായിട്ട് എടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ റേഞ്ചിൽ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. 595 റേഞ്ചിൽ തൊട്ട് 570 റേഞ്ച് വരെ എടുക്കാം. അപ്പോൾ RHIM എന്ന് പറയുന്ന ഒരു ഷെയറാണ് ഫസ്റ്റ് പറഞ്ഞത്. അതിനുശേഷം SKM എഗ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെയും പല പല ലെവലുകൾ ഞാൻ വരച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ റിസൾട്ട് വന്ന് താഴെ പോയതാണെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇതിപ്പം ക്ലോസിങ് വന്ന് 258. അപ്പോൾ 250 ഈ 58 വാങ്ങിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ അത് ഈ ഒരു റേഞ്ചിലോട്ട് 250, 230 റേഞ്ചിനുള്ളിൽ വരാനും ചാൻസ് ഉണ്ട്. പക്ഷേങ്കിൽ ഈ മാർക്കറ്റ് പ്രൈസിലും ഷെയർ വാങ്ങിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഈ 230 റേഞ്ച് വരാൻ ചാൻസ് കുറവാണ്, എന്നാലും വരും. പക്ഷേ ചിലപ്പം എന്താണെന്നറിയാമോ, ഒരു ബൗൺസ് വന്നതിന് ശേഷമായിരിക്കും. പക്ഷേ നമ്മൾ ഇവിടെ എടുത്താൽ നമുക്ക് ആ ബൗൺസിൽ 300 റേഞ്ചിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് സെല്ല് ചെയ്ത് കളയാമല്ലോ, നല്ല പ്രോഫിറ്റ് ആവില്ലേ. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് ഇപ്പോൾ 258 ഉണ്ട്, ഒരു 255 ആ റേഞ്ചിലൊക്കെ കിട്ടുവാണെങ്കിൽ ബൈ ചെയ്യുക. താഴെ 230 വരുവാണെങ്കിലും ബൈ ചെയ്തിടുക. ഈ റേഞ്ചിനുള്ളിൽ അത് ബൈ ചെയ്തിട്ട് അതിന് മുന്നിൽ അത് ബൗൺസ് ആവും, നമുക്ക് നോക്കാം. അപ്പോൾ റിസ്ക് എടുക്കുന്നവരെ ഈ റേഞ്ചിൽ എടുക്കുക. അതല്ല വെയിറ്റ് ചെയ്തെടുക്കേണ്ടവരെ 230 റേഞ്ച് വരുവാണെങ്കിൽ ആ റേഞ്ചിൽ നിന്ന് എടുക്കുക. 230 258 എടുത്താലും 230 വന്നിട്ട് തിരിച്ച് ഈ റേഞ്ച് എല്ലാം കയറി മേളിലോട്ട് വരും ആ ഷെയർ. അത് 100% ഉറപ്പാണ്. പക്ഷേങ്കിൽ ചിലപ്പോൾ ഇച്ചിരി ടൈം എടുക്കും, അത്രയേ ഉള്ളൂ ആ കുഴപ്പം. ഇതിന് ശേഷം നമ്മൾ ജീനസ് പവർ. ജീനസ് പവറും കണ്ടില്ലേ, നേരത്തെ അത് പല പ്രാവശ്യം സപ്പോർട്ട് എടുത്ത് കയറിപ്പോയി. പക്ഷേ പിന്നെ ആ സപ്പോർട്ട് അവിടുന്ന് താഴെ പോയി. അതിനുശേഷം വീണ്ടും അവിടെ സപ്പോർട്ട് എടുത്ത് വീണ്ടും താഴെ പോയിട്ട് പിന്നെ ഇവിടെ ബ്രേക്കായി വീണ്ടും മുകളിൽ പോയി. വീണ്ടും അവിടെ സപ്പോർട്ട് എടുത്തു, വീണ്ടും നല്ല രീതിയിൽ കയറിപ്പോയി. അതിനുശേഷം വീണ്ടും ആ സപ്പോർട്ടിനടുത്ത് വന്നു. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, ഈ റേഞ്ചിൽ നിന്ന് ഇത് കയറാൻ ചാൻസ് കൂടുതലാണ്. ജീനസ് പവർ 247, ചിലപ്പോൾ ഒരു ഈ റേഞ്ചിലോട്ട് 232, 30 റേഞ്ചിലോട്ടൊക്കെ വരാം. പക്ഷേങ്കിൽ നമുക്ക് ഈ മാർക്കറ്റ് പ്രൈസിലും ബൈ ചെയ്തതിന് കുഴപ്പമൊന്നുമില്ല. റീസെൻ്റ് ഹൈ എന്ന് പറയുന്നത് 340, അവിടുന്ന് ഏകദേശം 100 രൂപ ഇറങ്ങിപ്പോയിട്ടുണ്ട്. നമുക്ക് ഈ റേഞ്ചിൽ 248 ബൈ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അഥവാ 248 ബൈ ചെയ്തു, അത് തിരിച്ച് കുറച്ചിറങ്ങി താഴെയും ബൈ ചെയ്യുക. 238 റേഞ്ചിലോട്ടും ബൈ ചെയ്തിടുക. അപ്പോൾ ഈ റേഞ്ചിൽ നിന്ന് ഇപ്പോൾ ഇവിടെ നമ്മൾ ബൈ ചെയ്താൽ നമുക്കൊരു ടാർഗറ്റ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ടാർഗറ്റ് ഇതായിരിക്കും, 276 റേഞ്ച്. അതിനുശേഷം ഈ റേഞ്ചിലോട്ട് 290, 300 റേഞ്ചിലോട്ട് ചാൻസ് എടുക്കാം. ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷനൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓൾ ടൈം ഹൈ നിൽക്കുകയാണ്. ചെറിയൊരു കറക്ഷൻ വന്നപ്പോഴും ഷെയറിനകത്ത് ഹെവി ഫോൾ വരും. ഈ ഒത്തിരി ഹൈയിൽ നിൽക്കുന്ന ഷെയറിനകത്ത്, ഈ ഷെയറിനകത്തൊന്നും അങ്ങനെ അധികം ഫോൾ വരത്തില്ല. പക്ഷേങ്കിൽ ഈ റേഞ്ചിൽ കിടന്ന് ട്രേഡ് എടുക്കുക, അതല്ലെങ്കിൽ മൂവ്മെൻ്റ് ഒന്നും ഇല്ലാതെ നിൽക്കുക. അതേ ഉള്ളൂ പ്രോബ്ലം. അപ്പോൾ അത് ശ്രദ്ധിക്കണം. നമുക്കൊരു റീസണബിൾ പ്രോഫിറ്റ് 5% മുകളിൽ കിട്ടുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കളയുക. നമ്മളൊക്കെ അന്നേരം മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റൊക്കെ വെച്ചിട്ട് നമ്മൾ നോക്കി കട്ട് ചെയ്ത് കളയുക. അപ്പോൾ ഈ 3 ഷെയറാണ് ഞാൻ ഈ പ്രാവശ്യം ഷോർട്ട് ടൈമിന് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. ഈ 3 ഷെയറിൽ നിങ്ങൾക്ക് താല്പര്യമുള്ളത് ഞാൻ ആ പറഞ്ഞ റേഞ്ചിനുള്ളിൽ എടുക്കുക. റേഞ്ചിനുള്ളിലേ എടുക്കാവൂ, റേഞ്ചിന് മുകളിൽ ഒരിക്കലും പോയി എടുക്കരുത്. റേഞ്ചിനുള്ളിൽ എടുക്കുക.
പിന്നെ അവിടുന്ന് നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും കപ്പാസിറ്റി നിങ്ങൾക്ക് തന്നെയല്ലേ അറിയാവുന്നത്. ലോങ് ടൈം ഈ RHIM ഒക്കെ ലോങ് ടൈം വെക്കാവുന്ന ഷെയറുകളാണ്. ജീനസ് പവറെ പിന്നെ SKM എഗ് പ്രോഡക്റ്റൊക്കെ ലോങ് ടൈം ചിലപ്പോൾ നല്ല രീതിയിൽ ബെനിഫിറ്റ് കിട്ടാവുന്നതാണ്. നമ്മൾ ഷോർട്ട് ടൈമാണ് പറയുന്നത്. നമുക്കൊരു മാക്സിമം 2 മാസം നമ്മൾ കൈവെക്കുക. 2 മാസം കഴിയുമ്പോൾ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ക്ലോസ് ചെയ്ത് കളയുക. അഥവാ ഇപ്പം ഞാൻ പറയാം, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഷെയർ എടുത്തു 5% കിട്ടിയില്ല, 2 മാസം കഴിയുമ്പോഴും അത് 1-2% ഉള്ളെങ്കിൽ കട്ട് ചെയ്ത് കളയുക. നമുക്ക് വേറെ ഇഷ്ടംപോലെ ഷെയറുകൾ മാർക്കറ്റിൽ കിട്ടുമല്ലോ, അത് കളഞ്ഞ് വേറെ ഷെയർ ചാൻസ് എടുക്കുക. അപ്പോൾ ഈ 3 ഷെയർ ജീനസ് പവറെ, RHIM, SKM എഗ് പ്രോഡക്റ്റ്, ഈ 3 ഷെയറുകളാണ്. അപ്പോൾ ഓരോരുത്തരും നോക്കി നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് വാങ്ങുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്ന ഈ ഷെയറിനകത്ത് ബൈ.